ഹായ്, വെൽക്കം ടു പ്രെപ്സ്കേ. ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനം, പ്രായപരിധി എന്ന് പറയുന്ന ആ ഒരു കടമ്പയിൽ തട്ടി നിൽക്കുന്നവർക്കുള്ള ഏറ്റവും നല്ല ഒരു തീരുമാനം എന്ന് ഇന്നത്തെ ഈ തീരുമാനത്തെ നമുക്ക് വിളിക്കേണ്ടി വരും. PSC പ്രായപരിധി ഉയർത്തിയതായി മന്ത്രിസഭയുടെ തീരുമാനം വന്നിരിക്കുന്നു. മന്ത്രിസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്നാണ് PSCയുടെ പ്രായപരിധി ഉയർത്തുക. ഈ ഒരു പ്രായപരിധി ഉയർത്തുക എന്ന് പറയുമ്പോൾ അത് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു അവസരമായിട്ട് വേണം നമ്മൾ ചിന്തിക്കാൻ. ഇങ്ങനെ പ്രായപരിധി ഉയർത്തുമ്പോൾ എനിക്ക് കിട്ടിയില്ലല്ലോ, എനിക്കിനി അടുത്ത തവണ അത് എഴുതാൻ പറ്റുമോ എന്നുള്ള ആ ഒരു സംശയത്തിൽ നിന്നാണ് നമുക്കൊരു മോചനം ലഭിക്കുന്നത്. അടുത്ത പ്രാവശ്യം കൂടി എനിക്ക് എക്സാം എഴുതാൻ സാധിക്കും എന്നുള്ള ആ ഒരു തീവ്രമായ ഒരു തീരുമാനത്തിനുള്ള സമയമാണ്. ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രായപരിധി ഉയർത്തിയ ന്യൂസുകൾ നിങ്ങൾ കണ്ടു. പ്രായപരിധി ഇങ്ങനെയാണ് ഉയർത്തിയിട്ടുള്ളതായി ഇപ്പോൾ പുതിയ ന്യൂസുകൾ വരുന്നത്. ജനറലിന് 36 വയസ്സായിരുന്നു പ്രായപരിധി, അത് 40ലേക്ക് 4 വയസ്സ് ഉയർത്തിയിരിക്കുന്നു. OBC 39 ഉള്ളത് 43ആയും SC ST വിഭാഗങ്ങൾക്കുണ്ടായിരുന്ന 41 വയസ്സിൻ്റെ ലിമിറ്റ് 45ആയിട്ടും ഉയർത്തുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ വരുന്ന ന്യൂസുകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു ചോദ്യം ഉണ്ടാവും, ഫോഴ്സുകളിലേക്ക് അല്ലെങ്കിൽ അധ്യാപക തസ്തികകളിലേക്കുള്ള പ്രായപരിധിക്ക് ഈ ഒരു വർധന ബാധകമാണോ? വർധന ബാധകമാവും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുന്നതേയുള്ളൂ. ആ ഓർഡറുകളും കാര്യങ്ങളും വരുന്ന മുറയ്ക്ക് നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്ത് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പ്രായപരിധി 36ൽ നിന്ന് 40 വയസ്സായി ഉയർത്തി എന്നുള്ളതാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എൻ്റെ പ്രായപരിധി കഴിഞ്ഞു, എനിക്കിനി പഠിക്കാൻ സമയമില്ല, എനിക്കിനി എഴുതാൻ സാധിക്കില്ല എന്നുള്ള ആശങ്കകൾക്കുള്ള വിരാമം വന്നിരിക്കുന്നു. കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങളുടെ മുന്നിൽ സമയം ഇനിയുമുണ്ട് എന്നുള്ള ആ ഒരു കാര്യം കൃത്യമായിട്ട് ഓർക്കുക. അപ്പോൾ പ്രായപരിധി വർദ്ധിച്ചതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയുമാണ്. ബാക്കി കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ ഓർഡറുകൾ വരുന്ന മുറയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഓക്കെ, താങ്ക് യു.